താരിഫ് ചുമത്തിയ ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമെന്ന് US സുപ്രീം കോടതി. കേസ് പരിഗണിച്ച 9-അംഗ ബെഞ്ചിൽ 6 ജഡ്ജിമാർ താരിഫിനെ എതിർത്തു. താരിഫ് ചുമത്തിയ നടപടി നിയമത്തെ മറികടക്കുന്ന നീക്കമെന്നും കോടതി. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസാണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. ഐസൻ, ഈ താരിഫിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് വിലക്കയറ്റം പെരുകി, തൊഴിൽ വിപണി തളർന്നു, ട്രംപിന്റെ അധിക തീരുവയിൽ വലഞ്ഞത് യഥാർത്ഥത്തിൽ അമേരിക്കയാണ്, അമേരിക്കൻ ജനതയാണ്. ഇപ്പോൾ വലിയ തിരിച്ചടി ട്രംപിനുണ്ടായിരിക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായും നീലിമ, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആഘാതം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, US സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപ് പറഞ്ഞിരുന്നത് ഏതെങ്കിലും തരത്തിൽ താരിഫ് നിയമവിരുദ്ധമെന്ന് റൂളിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അത് അമേരിക്കയുടെ സമ്പദ്ഘടനയെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്നും വലിയ ബാധ്യതകൾ ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറയുകയും അത്തരത്തിലുള്ള പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിയെ നിരീക്ഷിക്കേണ്ടത്. സുപ്രീം കോടതി വിധിയിൽ വളരെ കൃത്യമായി പറയുന്നത് ട്രംപിന് ഇത്തരത്തിൽ അധിക താരിഫ് അല്ലെങ്കിൽ പകരച്ചുങ്കമൊക്കെ ചുമത്താനുള്ള അധികാരമില്ല. അതായത് പ്രസിഡന്റിന് അത്തരത്തിൽ അധികാരമില്ല. അത് കോൺഗ്രസിൻ്റെ മാത്രം അധികാരമാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അനുമതിയോടെ മാത്രം ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത് എന്ന് കൃത്യമായി തന്നെ കോടതി റൂളിംഗിൽ പറയുന്നുണ്ട്. 9-അംഗ കേസ് പരിഗണിച്ച 9-അംഗ ബെഞ്ചിൽ 6 അംഗങ്ങളും ഈ താരിഫ് ചുമത്തിയ നടപടിയെ അതിശക്തമായി എതിർക്കുകയും കർശനമായ ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഫെഡറൽ നിയമങ്ങളുടെ ലംഘനമാണ് ട്രംപ് നടത്തിയത്. നമുക്കറിയാവുന്നതാണ്, ഈ അധിക താരിഫ് ചുമത്തിയത് അല്ലെങ്കിൽ ഈ താരിഫ് ചുമത്തുന്ന നീക്കങ്ങൾ നടത്തിയത് അന്താരാഷ്ട്ര സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ്. അത്തരത്തിൽ അന്താരാഷ്ട്ര സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള താരിഫ് ചുമത്താനോ ഉള്ള അധികാരം പ്രസിഡന്റിനോ അല്ലെങ്കിൽ ആ നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്യുന്നില്ല എന്നൊരു കണ്ടെത്തൽ കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. തീർച്ചയായും 9-അംഗ ബെഞ്ചിൽ 6 പേർ കൃത്യമായും ഈ താരിഫിനെ എതിർത്തുകൊണ്ട് റൂളിംഗ് നടത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ടാണ് വിധിന്യായം എഴുതിയത്. അതിൽ കൃത്യമായി പറയുന്നത് താരിഫ് നിയമങ്ങളുടെ പരിധികൾ കടന്നുള്ള ഒരു നിലപാടാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് താരിഫ് ചുമത്തിയതിലൂടെ ഉണ്ടായതെന്നാണ്. തീർച്ചയായും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം കോടതി പരാമർശിക്കാതെ പോയ ഒരു വിഷയം കൂടിയുണ്ട്. പരാമർശിക്കാതെ പോയ വിഷയം എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായത് 130 ബില്യൺ ഡോളറിൻ്റെ ഇപ്പോൾ തന്നെ പിരിച്ചെടുത്ത താരിഫ് $130 ബില്യൺ വരും. അത്തരത്തിൽ $130 ബില്യൺ പിരിച്ചെടുത്ത താരിഫ് ഏത് രീതിയിലാണ് തിരിച്ചു നൽകേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകേണ്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുമില്ല. അത് ഒരു പരിധിവരെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇതുവരെ പിരിച്ച താരിഫ് സംബന്ധിച്ച വ്യക്തതയില്ലാത്ത ഒരു നിലപാട് കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ താരിഫ് തിരിച്ചു നൽകേണ്ടതുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊന്നും കൃത്യമായൊരു നിലപാടില്ല. അതേസമയം നമുക്കറിയാവുന്നതാണ്, നേരത്തെ ട്രംപ് അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അവിടെ നിന്നാണ് ഈ താരിഫ് ചുമത്തുന്ന നീക്കങ്ങൾ തുടങ്ങിയത്. ചൈനയ്ക്കും അവസാനം ഭാരതത്തിനും മറ്റു രാജ്യങ്ങൾക്കും ജപ്പാനൊക്കെ ഉൾപ്പെടെ ഇത്തരത്തിൽ അധിക താരിഫ് ചുമത്തുന്ന സാഹചര്യമുണ്ടായി. അതാത് രാജ്യങ്ങളിൽ നിന്ന് ഏത് രാജ്യങ്ങൾക്കാണോ താരിഫ് ചുമത്തുന്നത് ആ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അത്തരത്തിൽ താരിഫ് ചുമത്തുക എന്നൊരു നീക്കമാണ് നടത്തിയത്. അത്തരത്തിൽ താരിഫ് ചുമത്തുന്ന നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഉണ്ടായത് ഭാരതത്തിനെതിരെ ചുമത്തിയ അധിക താരിഫ് തന്നെയാണ്. ഭാരതത്തിനെതിരെ ചുമത്തിയ അധിക താരിഫ് സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അത് 2 തരത്തിലുള്ള താരിഫാണ് ചുമത്തിയത്. 25% അധിക താരിഫ് സ്വാഭാവികമായും അതുപോലെ തന്നെ 25% പീനൽ താരിഫുമായി ചുമത്തുകയായിരുന്നു. അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അധിക താരിഫ് ചുമത്തിയത് കൂടിയാണ്. അങ്ങനെ 50% താരിഫെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ചർച്ചകളുടെയും വാണിജ്യ ധാരണകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഈ 50% എന്നുള്ളത് 18% ചുരുങ്ങിയിരുന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ചുമത്തിയ താരിഫ് ചുരുക്കാനുള്ളൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എങ്കിലും ഇത്തരത്തിൽ ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ വലിയ തോതിലൊരു ഇറക്കുമതി നടന്നിട്ടുണ്ട്. ആ നടന്ന ഇറക്കുമതിയുടെ ഭാഗമായി തന്നെ $130 ബില്യൺ അധിക താരിഫ്, അതായത് ഈ പുതിയ നിയമപ്രകാരം അല്ലെങ്കിൽ പുതിയ ഉത്തരവ് പ്രകാരം അധിക താരിഫ് ചുമത്തിയിട്ടുണ്ട്. ആ ചുമത്തിയ താരിഫ് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അമേരിക്ക നേടിയെടുത്ത പണം സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, വിവിധ രാജ്യങ്ങൾ ഈ താരിഫിൻ്റെ താരിഫ് വെല്ലുവിളി നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടിയുള്ളതിനാൽ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു പശ്ചാത്തലം ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഉണ്ടായി. ലോക സമ്പദ് വ്യവസ്ഥയെ മുഴുവനും ഒരു തരം നിശ്ചലാവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു എന്ന ഒരു ആരോപണവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. നീലിമ, ട്രംപിന് ഈ അധികാരമില്ല എന്ന് പറയുന്ന സുപ്രീം കോടതി വിധി ഏറെ നിർണായകമാണ്. ഇതിൽ ട്രംപിനെ എതിർത്ത് രംഗത്ത് വന്നത് 6 ജഡ്ജിമാരാണ്. 3 പേർ മാത്രമാണ് ട്രംപിനെ അനുകൂലിച്ച് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. അമേരിക്കൻ നിയമവ്യവസ്ഥ പ്രകാരം ഇത്തരത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ ഇത്തരത്തിലൊരു കോടതി വിധി ഉണ്ടാകുമ്പോൾ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായല്ല ട്രംപ് പ്രവർത്തിച്ചത് എന്ന് പറയുമ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ നിയമപരമായ തിരിച്ചടിയല്ലേ ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്?
തീർച്ചയായും വിവിധ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പല നടപടികളിലും ഈ ഇത്തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായത്, അതായത് എന്താണോ അമേരിക്ക ഈ അടുത്ത കാലങ്ങളിൽ മറ്റു രാജ്യങ്ങൾക്കെതിരെ ഒരു ആയുധമായി പ്രയോഗിച്ചത്, അത് പല രീതിയിലുള്ള നിലപാടുകളുടെ ഭാഗമായാണ്. അതായത് മയക്കുമരുന്ന് കടത്തുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, മയക്കുമരുന്ന് ഉൽപ്പാദനം തടയുന്നതിന് വേണ്ടി മെക്സിക്കോയ്ക്കെതിരെ അധിക താരിഫ് ചുമത്തുന്നു. അത്തരത്തിലുള്ള വിവിധങ്ങളായ കാരണങ്ങളാണ് പറഞ്ഞിരുന്നത് എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമിത താരിഫ് വലിയൊരു റേഞ്ചിൽ ചുമത്തിയ വിവിധ രാജ്യങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിന് ചുമത്തിയിരിക്കുന്നത് നിലവിൽ അത് 18% എങ്കിൽ കൂടി അത് 50% അത് ചൈനയ്ക്കാവുമ്പോൾ 37% വരുന്നുണ്ട്. അതുപോലെ വലിയ രീതിയിലുള്ള അധിക താരിഫ് ചുമത്തുന്ന ഒരു നീക്കങ്ങൾ ഉണ്ടാകുക എന്ന ഒരു നീക്കം സ്വാഭാവികമായും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ചൈനയ്ക്ക് 25% അധിക താരിഫ് ചുമത്താനുള്ള, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പീനൽ താരിഫ് ചുമത്താനുള്ള നീക്കമാണ് നടത്തിയത്. ആ നീക്കവും ഇപ്പോൾ നിലവിൽ ഒരു നിയമവിരുദ്ധമായ നീക്കമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമപ്രകാരം ഇത്തരത്തിൽ താരിഫ് ചുമത്താൻ തന്നെ നിയമത്തിൽ വകുപ്പുകളില്ല എന്നിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് ട്രംപ് ഈ അധികാരം ഉപയോഗിച്ചത്? അതും കോൺഗ്രസിൻ്റെ, അതായത് പാർലമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ ഈ ഒരു നീക്കം നടത്താൻ ആരാണ് ട്രംപിന് അധികാരം നൽകിയത് എന്ന കൃത്യമായ ഒരു ഭരണഘടനാ വിഷയം പോലുള്ള ഒരു ചോദ്യം പോലും കോടതിയുടെ മുന്നിൽ നിന്നുണ്ടായിരിക്കുന്നു, കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതായത് വിധി പുറപ്പെടുവിച്ച 9 അംഗ ജഡ്ജിമാരിൽ 6 പേരും കൃത്യമായി ഈ താരിഫ് നയത്തെ എതിർത്തുകൊണ്ട് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള നൈതികമായ അല്ലെങ്കിൽ നിയമപരമായ ഒരു തിരിച്ചടി തന്നെ ട്രംപ് നേരിട്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നീലിമ. ഐസൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ താരിഫ് നയത്തിന്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിച്ചത് അമേരിക്കയിലെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഒരു അമേരിക്കൻ കുടുംബത്തിന് ഈ താരിഫിന്റെ വർധനവിലൂടെ $1000 ഏകദേശം 83,000 രൂപയുടെ അധിക ചെലവാണ് ഒരു കുടുംബത്തിന് ഉണ്ടായത്. ഉദാഹരണത്തിന്, ഒരു കുടുംബം വസ്ത്രം വാങ്ങാൻ വേണ്ടി ഷോറൂമുകളിൽ ചെല്ലുമ്പോൾ 30% വർധനവാണ് ഉണ്ടായത്. കമ്പനികളാണ് താരിഫ് നൽകുന്നത് എന്ന് ട്രംപ് പറയുമ്പോൾ പോലും അതിൻ്റെ ഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണ കൺസ്യൂമേഴ്സായ, ഉപഭോക്താവായ ഈ പൗരന്മാർ തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി സുപ്രീം കോടതി ഇടപെട്ടു എന്ന് വേണ്ടേ പറയാൻ? തീർച്ചയായും നീലിമ, ആ വിഷയം സുപ്രീം കോടതി നേരിട്ട് പരിഗണിച്ചില്ല എങ്കിൽ കൂടി ആ പരിഗണിച്ച വിഷയം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ട്രംപിനെ ഇത്തരത്തിൽ അധിക താരിഫ് ചുമത്താൻ അധികാരമുണ്ടോ എന്ന വിഷയമാണ് പരിശോധിച്ചത് എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ജനകീയ വികാരം പരിശോധിക്കുമ്പോൾ ഇത്തരം ഒരു സ്വാധീനം കൃത്യമായും ജഡ്ജിമാർക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വിഷയം പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്, പ്രത്യക്ഷമായി അല്ലെങ്കിലും എന്നത് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നുണ്ട്. ഈ കണക്കുകളെല്ലാം തന്നെ, അതായത് വലിയ തോതിലുള്ള പണപ്പെരുപ്പത്തിനുള്ള സാധ്യതകളുണ്ടാകും. അതായത് നമുക്കറിയാവുന്നതാണ്, പല രാജ്യങ്ങളിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അവിടുത്തെ മാർക്കറ്റിനെ, കൃത്യമായും അമേരിക്കയുടെ മാർക്കറ്റിനെ ചലനാത്മകമാക്കുകയും ബാർഗൈനിങ് കപ്പാസിറ്റിയിലൂടെ, അതല്ലെങ്കിൽ വിലപേശൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന, കസ്റ്റമർക്ക് വിലപേശൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൃത്യമായി ഉണ്ടാകുകയും ചെയ്തിരുന്നു. ആ ഒരു സാധ്യതയാണ് ഈ അധിക താരിഫ് ചുമത്തി അതിൻ്റെ ഇമ്പോർട്ട്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിക്കാനുള്ള നീക്കം നടത്തിയതോടെ തടയപ്പെട്ടത്. സ്വാഭാവികമായും അത് അമേരിക്കയുടെ വാണിജ്യ രംഗത്തും വ്യാപാര രംഗത്തും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ആ ആഘാതങ്ങളുടെ ഭാഗമായി സ്വാഭാവികമായും നേരത്തെ നീലും സൂചിപ്പിച്ചതുപോലുള്ള കണക്കുകൾ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതായത് സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ നിത്യനിദാന ചെലവുകൾ വഹിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ബാധ്യതകൾ ഉണ്ടാകുന്നു, വലിയ രീതിയിലുള്ള മറ്റു ഉൽപ്പന്നങ്ങളിലെ വിലവർധനവ് ഉണ്ടാകുന്നു, ഉൽപ്പാദനം കുറയുന്നു, ലഭ്യത കുറയുന്നു, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അതായത് ഈ ഉൽപ്പാദനവും ലഭ്യതയും ഒക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. ഏതാണ്ട് 6-7 മാസത്തേക്കുള്ള ഉൽപ്പന്നങ്ങൾ കൃത്യമായി നിർമ്മിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ലോകം മുഴുവനും ഈ വാണിജ്യ ഉൽപ്പന്നങ്ങളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുക. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ലഭ്യത കുറവും അതിൻ്റെ സ്റ്റോക്കുകളുടെ ഇടിവുമെല്ലാം വന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് നീങ്ങി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും അതൊരു സാമ്പത്തിക രംഗത്ത് അധിക താരിഫ് ചുമത്തിയത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ കുറേ കൂടി സ്വാർത്ഥമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമാണ് ഗുണകരമായത് എന്നും അമേരിക്കൻ ജനത അതിൻ്റെ ദുരിതം അനുഭവിച്ച സാഹചര്യം ഉണ്ടായി എന്നതും അവിടുത്തെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാധ്യമങ്ങളെല്ലാം തന്നെ കൃത്യമായ വിശകലനങ്ങൾ അക്കാര്യത്തിൽ നടത്തുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തീർച്ചയായും ഈ 9 അംഗ ബെഞ്ചിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ 6 അംഗങ്ങൾ അതിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ ഇതിൽ നിന്നും നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. നീലിമ. താരിഫ് ചുമത്തിയ ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമെന്ന് US സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. കേസ് പരിഗണിച്ച 9 അംഗ ബെഞ്ചിൽ 6 ജഡ്ജിമാർ താരിഫിനെ എതിർത്തു. താരിഫ് ചുമത്തിയ നടപടി നിയമത്തെ മറികടക്കുന്ന നീക്കമാണെന്നും കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.